ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നത്തെയും പോലെ ഇന്നും അടിപൊളി കിടുക്കാച്ചേരി ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത്. ഇത് മാതളം വാങ്ങിച്ചത് കയ്യിലുണ്ടെങ്കിൽ വേഗം പോയി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. കിടിലം ഞാൻ പറയത്തില്ല എപ്പോഴും, കിടിലം കേട്ടോ. അപ്പോഴേ നമുക്ക് ഡെയിലി ചെയ്യാം. മാതളം കയ്യിലുണ്ടെങ്കിൽ എന്നും നമുക്കിത് ചെയ്യാം. മാതളത്തിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് രണ്ട് ഐറ്റങ്ങൾ മാത്രമാണ് വേണ്ടത്. അത് നമ്മുടെ വീട്ടിലുണ്ട്. തൈര് വേണം. പിന്നെന്താണ് വേണ്ടത്? നമ്മുടെ അരിപ്പൊടി കുട്ടനെ വേണം കേട്ടോ. നമ്മൾ അപ്പം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ പച്ച അരിപ്പൊടി. മാതളത്തിൻ്റെ നീരൊക്കെ ദേ സുപ്പ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. മറിച്ചാൽ തറയിൽ വീഴും. കാണിക്കും. ദേ മാതളത്തിൻ്റെ നീരെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുടിക്കാം. പിന്നെ നമുക്ക് നല്ല കട്ടത്തൈര്. വെള്ളപ്പാത്രം ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും. തൈര്. പിന്നെ അതേ വേണ്ടത് സുപ്പ് ഇതിനായിട്ട് മാറ്റി വെച്ചേക്കുന്നത് നമ്മുടെ അരിപ്പൊടി കേട്ടോ. കുറച്ചിങ്ങനെ മാറ്റി വെച്ചേക്ക് എപ്പോഴും നമുക്ക് എടുക്കാം. ഇതിന് ബ്യൂട്ടി ടിപ്പിനൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അരിപ്പൊടി ഇല്ലെന്നും പറഞ്ഞ് വിഷമിച്ചൊന്നും ഇരിക്കേണ്ട കേട്ടോ. ഓടി വായോ, ഞാൻ തരാം. ഞാനിവിടെ അടിച്ച് മാറ്റി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കൂടെ കുറച്ച് തരാം. അപ്പം നമുക്ക് സംഭവം അങ്ങോട്ട് ഇടാം. ഇതേ ആദ്യം നമുക്ക് നമ്മുടെ തൈരിലോട്ടിടാം. നമ്മുടെ അരിപ്പൊടി ആവശ്യത്തിന് ഇടുക. മിക്സ് ചെയ്യുക കേട്ടോ. ഇനിയാണ് നമുക്ക് നമ്മുടെ ഇതേ മാതളത്തിൻ്റെ നീര് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കലക്കി നോക്കണം കേട്ടോ. കലക്കി നോക്കണം, അല്ലെങ്കിൽ എന്നും ചെയ്യാൻ കേട്ടോ. നമുക്ക് സത്യം അടിപൊളിയാണ്, കിടുക്കാച്ചിയാണ് കേട്ടോ. വെള്ള കളർ മാറി ഒരു ചെറിയൊരു ലൈറ്റ് റോസ് കളർ വരും. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നോ എനിക്കറിയത്തില്ല. കുറച്ചുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കളറായിട്ടോ. ഇപ്പം കൊതുക് നിന്നെ ഞാൻ അടിക്കും. ചുമ്മാ കൊതുക് തന്നെ അങ്ങോട്ട് കൊത്തി പറിക്കുക കൊച്ചുങ്ങളെ. അതേ നമ്മുടെ പായ്ക്കിവിടെ റെഡിയായി. നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കുയിലമ്മ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് കുയിലമ്മയല്ലേ പറയുന്നത്? അയ്യോ കരയുന്നത് കുയിലമ്മ ആന്ന് തോന്നുന്നു കേട്ടോ. ഇത് നന്നായിട്ട് അരിപ്പൊടി ഇന്നും കൂടെ മിക്സ് ചെയ്യുക. ഇനി മുഖമൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം വന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 15 മിനിറ്റ് നിന്നാൽ മതി. എന്നിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകാം കേട്ടോ. ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊട്ടൊക്കെ മാറ്റി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ഈ പായ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് വെള്ള കളറല്ല കേട്ടോ, കളർ മാറും. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുക്കുക. നമുക്ക് ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ച് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അടിപൊളിയാണ്. ബ്രഷൊന്നും വേണ്ട, നമ്മുടെ കൈ മതിയല്ലേ. അപ്പോൾ കഴിക്കാനെടുക്കുന്ന മാതളത്തിൽ നിന്ന് കുറച്ചടിച്ച് മാറ്റി നീരെടുത്തിട്ട് ഇങ്ങനെ ചെയ്തോളൂ. കൊതു ഓടിച്ചിട്ട് കുത്തുകട്ടോ കൂട്ടുകാരെ. ഇച്ചിരി നന്നായിട്ട് കട്ടിക്ക് ഇട്ട് കൊടുക്കേ കേട്ടോ. അരിപ്പൊടി പുട്ടിൻ്റെയാണെന്ന് ഇനിയും ചോദിക്കരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പച്ചപ്പൊടിയാണെന്ന് കേട്ടോ. അപ്പം ഇടിയപ്പം ഉണ്ടാക്കുന്ന പച്ചപ്പൊടിയാണ്. അപ്പോൾ ഇച്ചിരി നേരം ഒന്ന് വെക്കണം കേട്ടോ. അന്നേരം നമ്മുടെ ആ അരിപ്പൊടി ഒന്ന് കുതിരും. നമ്മൾ കലക്കുമ്പം ഇതുമാതിരി ഇരിക്കുമെങ്കിലും ഇച്ചിരി നേരം ഒന്ന് വെക്കുമ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് ഒന്ന് വരും. അടുത്തത് വണ്ടൻ കുശുമ്പെന്ന് പറയുന്ന ഇതാണ്. എന്നെ എൻ്റെ ദൈവമേ, ഇതെന്തൊക്കെയാണ്? വണ്ട സമ്മതിക്കത്തില്ലല്ലോ ആക്കിടാൻ. പോവണ്ട. വല്ലവരും കാണുന്നതിന് മുന്നേ ഇതൊന്ന് തേച്ചിട്ട് പെരയ്ക്കകത്ത് കയറി പോകാനാണ് ഞാൻ നോക്കുന്നത്. അതിനെ മണ്ടൻ എന്നെ ഓടിച്ചിട്ട് കുത്താന്ന്. ഇത് നമ്മൾ ഇച്ചിരി കട്ടിക്കിട്ട് കൊടുക്കണം കേട്ടോ. ഒരു 15 മിനിറ്റ് സമയത്താണ്.
ഈ ടിപ്പ് ചെയ്യാത്തവർ ഓടിപ്പോയി ചെയ്തോളൂ കേട്ടോ. മാതളം വേണം കയ്യിൽ, അല്ലെങ്കിൽ ഒക്കത്തില്ല. അപ്പോഴേ നമ്മളെല്ലാം ഇവിടെ തേച്ച് കൊടുത്ത് മുഖത്തിടുമ്പോൾ നമ്മൾ കഴുത്തിലും കൂടെ ഇട്ട് കൊടുക്കാൻ നോക്കണം കേട്ടോ. എന്ത് തന്നെയാണേലും ഇപ്പോഴും നമുക്ക് ഇരിക്കാം 15 മിനിറ്റ് കളഞ്ഞ്. ഇവിടെയൊക്കെ നിങ്ങൾ തേച്ചങ്ങ് പിടിപ്പിച്ചു കേട്ടോ. അടിപൊളിയാണ്. മോൻ വെളുത്തില്ലെന്നൊന്നും ഇനി ആരും പറഞ്ഞേക്കരുത്. ഇതൊക്കെ ചെയ്താൽ മതി കേട്ടോ. വീട്ടിലിരുന്ന് ഇതൊക്കെ അങ്ങോട്ട് ചെയ്തോളൂ. ആരാ പറഞ്ഞത് മുഖമൊന്നും വെളുക്കത്തില്ലെന്ന്? പാടുകളും എല്ലാം മാറും കേട്ടോ. മൂക്കുരിയൊക്കെ വന്നിട്ടുള്ള പാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടും കേട്ടോ. മതി, നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ. 15 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇരിക്കാം. എന്നിട്ടൊന്ന് ഞാൻ കഴുകിക്കൊണ്ടുവരാം കേട്ടോ. അപ്പോഴും നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് 15 മിനിറ്റ് ഇരുന്നു. 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകി മാറ്റിയപ്പോൾ അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോഴേ എന്നും നമുക്ക് ചെയ്യാം കേട്ടോ. എന്നും ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. എന്നും ചെയ്തില്ലെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ സുപ്പിന് വേണ്ടി ഒരു ദിവസവും ചെയ്ത് നോക്കേ. അപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാവും. പിന്നെ നമുക്ക് വീണ്ടും 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 നമുക്ക് ഇടണമെന്ന് തോന്നും. അപ്പോൾ എന്താണ് വേണ്ടത്? നമ്മൾ മാതളം നാരങ്ങ എപ്പോഴും വേണം, എപ്പോഴും ഇടണമെന്ന് തോന്നിയാൽ നമുക്ക് മാതളം കയ്യിലുണ്ടെങ്കിൽ നമുക്കിത് ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് നീര് മതി കേട്ടോ. ഒരു മാതളം നാരങ്ങയുടെ നീരൊന്നും വേണ്ട കേട്ടോ. കുറച്ച് മതി. ഒരു 2-3 സ്പൂണ് നമുക്ക് നീര് മതി കേട്ടോ. ബാക്കി നിങ്ങളങ്ങ് കുടിച്ചു. ഒരെണ്ണം എടുത്ത് നമ്മുടെ ജ്യൂസറിനകത്തിട്ടൊന്ന് അടിച്ചിട്ട് അതിനകത്തുനിന്ന് ഒരു 3 സ്പൂണ് നീരെടുത്താൽ മതി കേട്ടോ. ബാക്കി നിങ്ങളങ്ങ് കുടിച്ചു. ഒരു കുഴപ്പമില്ല കേട്ടോ. കുടിക്കുകയും ചെയ്യും. നമ്മുടെ മുഖത്ത് നമുക്ക് പായ്ക്കും ഇടാം കേട്ടോ. 2 പരിപാടി നടക്കും കേട്ടോ. അപ്പോഴേ നിങ്ങളും ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ. നേരത്തെ ഞാൻ ചെയ്യുന്ന മാതളം നാരങ്ങ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു നല്ലൊരു ടിപ്പാണിത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളെയും നമുക്ക് നല്ല കുഞ്ഞു ടിപ്പുമായിട്ട് സുപ്പ് വരുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും